ഹായ് കൂട്ടുകാരെ, ഈ ഡ്രാഗൺ ഫ്രൂട്ടിലുള്ള ഒരു ഫ്രൂട്ട് ഇതാ പഴുത്ത് നിൽക്കുകയാണ്. അത് പറിക്കാൻ സമയമായത് പഴുത്ത് നിൽക്കുകയാണ്. ഇതിലുള്ള മുട്ടാണ്, ഇതിന്ന് വിരിയുന്ന മുട്ടാണ്. അത് ആ പൂവും ഇത് താഴെ ഒരു പൂവ്, ഇത് രണ്ടും ഇന്ന് വിരിഞ്ഞിട്ടുണ്ട്. ഈ പൂവ് കണ്ടു, ഈ മുട്ട് വിരിഞ്ഞ് ഇതും ഇന്നലെ വിരിഞ്ഞതാണ്. ഒരു ഫ്രൂട്ട് നിൽക്കുകയാണ്. ഇതാണ് ടെറസിലെ ഡ്രാഗൺ ഫ്രൂട്ട്, ബക്കറ്റിലുള്ളതാണ്. പൂവ് ഇതാ വിരിഞ്ഞ് ഇതാ ഈച്ചകളൊക്കെ പറക്കുകയാണ് പൂവിൻ്റെ അടുത്തൂടെ. ഇഷ്ടംപോലെ തേനീച്ച പറക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ ഈച്ചയെ കാണാം പറക്കുന്നത്. ഈ ഫ്രൂട്ടാണ് ഇന്ന് പറിക്കാൻ പോകുന്നത്. ഇന്ന് പറിക്കാൻ പോകുന്ന ഫ്രൂട്ടാണ്. ഇതൊക്കെ ഇപ്പോൾ എന്താണ് കാരണം എന്ന് അറിഞ്ഞൂടാ, ഉറുമ്പ് വന്ന് കയറുകയാണ്. ഇതൊക്കെ നശിച്ചു പോകുക എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഫ്രൂട്ടാണ് പറിക്കുന്നത്. ഇത് ഈ ബക്കറ്റിലുള്ളതാണ്. ബക്കറ്റ് കാണിച്ചു തരാം. ഈ ബക്കറ്റിലുള്ളതാണ് പൂത്തത്. പൂത്ത് ഇതിപ്പം ഫ്രൂട്ടായത്. ഈ ചരുവത്തിലുള്ളത് ഈ പൂ വിരിഞ്ഞ് നിൽക്കുകയാണ്. ഈ മുട്ടും ഈ ബക്കറ്റിലുള്ളതാണ്. ഇത് രണ്ടാമത്തെ വർഷമാണ് ബക്കറ്റിൽ കായ്ക്കുന്നത്. ഈ ചരുവത്തിൽ ആദ്യമായിട്ടാണ് ഇത് കായ്ക്കുന്നത്. മനസ്സിന് എത്ര സന്തോഷമെന്നറിയാമോ ഈ ഫ്രൂട്ട് കാണുമ്പോൾ. ഭയങ്കര ടേസ്റ്റിയാണ്. കഴിഞ്ഞ വർഷം കഴിച്ചപ്പോൾ ഭയങ്കര മധുരമാണ്. ഒരു കുഞ്ഞ് കായ, ഒരു കുഞ്ഞ് കായാണ് ടെറസിലേക്ക് കിടക്കുകയാണ്. ഇതൊക്കെ വെട്ടി കളയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ കൊമ്പുകൾ ഞാൻ അതിനെ അങ്ങനെ തന്നെ ഇട്ടിരുന്നു. അപ്പോൾ അതിങ്ങനെ കിടന്ന കൊമ്പിൽ ഒരു ചെറിയൊരു കായുണ്ട്. ഈ കായ് ചെറുതായിട്ട് കളർ മാറി തുടങ്ങി. ഇതിന് താമസിക്കാതെ ഇത് പഴുക്കും. അപ്പോൾ ഇതാ ഇതിൽ 2, 4, 5 കായാണ് ഉള്ളത്. നമ്മൾ വീട്ടിലെ ആവശ്യത്തിനുള്ളത് ഇതാ കിട്ടും. ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ഇത് സ്വന്തമായിട്ടുള്ളത് ഒത്തിരി വലിയ കായ് തന്നെയാണ്, അല്ല തീരെ ചെറുതല്ല, വലിയ കായാണ്. 1/2 കിലോ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തൂക്കി നോക്കാം. ഇതൊരു മുട്ട നിൽക്കുന്നു. ഇന്ന് വിരിയും, വലുതായിട്ടുണ്ട്. വിരിഞ്ഞതാണ് അത്. ഇതും ഇന്ന് വിരിഞ്ഞത്. ഇത് ഇന്നലെ വിരിഞ്ഞത്. അങ്ങനെ എല്ലാം കൂടെ ഇത്രയും കായകൾ കിട്ടുന്നതന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല, ചാരം മാത്രമാണ് ഇടുന്നത്. കണ്ടോ ചാരം കിടക്കുന്നത് കറുത്ത്. ചാരം മാത്രമാണ് ഇതിലിട്ടിട്ടുള്ളത്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. വേറെ വല്ലതും ഇടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇട്ടിട്ടില്ല. എന്തായാലും ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി വേറെ വളം ഇടണമെങ്കിൽ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ കൊമ്പുകളുടെ തുമ്പ് കട്ട് ചെയ്യണമെന്നൊക്കെ ആൾക്കാർ, ഇന്ന് ഞാൻ പിന്നെ കട്ട് ചെയ്ത് നിർത്തിക്കുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അതും. കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കായ്കൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരുമെന്ന് അറിയാം. എന്തായാലും ഇപ്പം കട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനിതാ കട്ട് ചെയ്ത് എടുക്കുകയാണ്. വേറെ ആരും ഇല്ല വീട്ടിൽ, അപ്പോൾ ക്യാമറയും കൂടെ പിടിക്കുന്നത് കൊണ്ട് ശരിയാവുന്നില്ല. ഞാനിത് കട്ട് ചെയ്തത് എടുത്തിരിക്കുകയാണ്. ഈ കൊമ്പിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഈ കൊമ്പിൽ വരുമോ എന്ന് അടുത്തറിയാം. എന്താ ഇത്രയും വലിയൊരു കായാണ് എനിക്ക് കിട്ടിയത്. താങ്ക് യു.